സംസ്ഥാനത്തെ സാഹചര്യം എന്താണെന്ന് നോക്കാം. ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, സംസ്ഥാന നേതൃത്വത്തെ വളരെ സമ്മർദ്ദത്തിലാക്കുന്ന ഒരു തീരുമാനം കേന്ദ്ര നേതൃത്വം എടുക്കുന്നു എന്നതിനപ്പുറത്തേക്ക് ഇവിടെയുള്ള പ്രധാനപ്പെട്ട പ്രത്യേകിച്ച് ജാതി സംഘടനകളൊക്കെ ഇതിനെ അനുകൂലിക്കുമ്പോൾ, കോൺഗ്രസ് എടുത്തിരിക്കുന്ന തീരുമാനത്തെ എതിർക്കുമ്പോൾ അത് ഏതു തരത്തിലായിരിക്കും കേരളത്തിൽ കോൺഗ്രസിനെ ബാധിക്കുക? ധന്യ, സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വത്തിന്റെ കൂടി അഭിപ്രായം കണക്കിലെടുത്താണ്, അല്ലെങ്കിൽ സംസ്ഥാന കോൺഗ്രസ് നേതാക്കളുടെ ഒരു സമ്മർദ്ദം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇത്തരം ഒരു സമീപനത്തിലേക്ക്, അതായത് അയോധ്യ വിഷയത്തിൽ അവിടെ ഈ RSS അജണ്ടയ്ക്ക് മുമ്പിൽ, സംഘപരിവാർ അജണ്ടയ്ക്ക് മുമ്പിൽ വഴങ്ങേണ്ടതില്ല എന്ന ഒരു പൊതു നിലപാട് ദേശീയ നേതൃത്വം, കോൺഗ്രസ് നേതൃത്വം കൈക്കൊണ്ടത്. പക്ഷേ NSS ഉൾപ്പെടെയുള്ള സംഘടനകൾ അതിനെതിരെ രംഗത്ത് വരുന്ന ഒരു പശ്ചാത്തലം എന്ന് പറയുമ്പോൾ അത് കോൺഗ്രസിനെ സംബന്ധിച്ച് അവർക്ക് കൃത്യമായ ഒരു ആശയക്കുഴപ്പം, ഔദ്യോഗികമായ നിലപാട് ദേശീയ തലത്തിൽ കൈക്കൊണ്ടിട്ടുണ്ടെങ്കിലും സംസ്ഥാന തലത്തിൽ അതുമായി ബന്ധപ്പെട്ട വിഭിന്നമായ അഭിപ്രായങ്ങൾ ഇപ്പോഴും നേതാക്കൾക്കിടയിൽ തന്നെ നിലനിൽക്കുന്നതിന്റെ വ്യക്തമായ ഉദാഹരണമായി മാറുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളടക്കം നേതാക്കൾ പലപ്പോഴായി സ്വകാര്യ സംഭാഷണങ്ങളിലും മറ്റും നടത്തുന്ന അവരുടേതായ അഭിപ്രായങ്ങൾ, അതായത് ഒരു വിഭാഗം മുമ്പോട്ട് വെക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആശങ്ക എന്ന് പറയുന്നത് മൃത ഹിന്ദുത്വ സമീപനം എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂനപക്ഷങ്ങളെ അടക്കം ഒപ്പം നിർത്താൻ വേണ്ടി കോൺഗ്രസ് നടത്തുന്ന ഇത്തരം ശ്രമങ്ങൾക്ക് വില കൊടുക്കേണ്ടി വരുന്നത് ഭൂരിപക്ഷ സമുദായത്തെ അകറ്റിക്കൊണ്ടാണ് എന്നാണ്. അതായത് ഭൂരിപക്ഷ സമുദായത്തിന് കോൺഗ്രസിലുള്ള വിശ്വാസം നഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഇത്തരം നീക്കങ്ങൾ വഴിവെക്കും. അറിഞ്ഞുകൊണ്ട് എന്തിനാണ് അങ്ങനെ ഒരു നീക്കത്തിലേക്ക് കടക്കുന്നത് എന്ന അഭിപ്രായമാണ് ഈ NSS അടക്കമുള്ള സാമുദായിക സംഘടനകളുമായി വളരെ അടുത്ത ഹിന്ദുക്കൾ പോകുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ച ആളുകൾക്ക് ഈ നിലപാട് തിരുത്തേണ്ടി വരുന്നൊരു സാഹചര്യമുണ്ട്. അതിനെതിരെ സംസാരിക്കേണ്ട, ഇല്ലെങ്കിൽ അതിൽ പങ്കെടുക്കാത്തതിന്റെ കാരണം, അതിലെ രാഷ്ട്രീയമൊക്കെ ഇപ്പോൾ വെളിപ്പെടുത്തേണ്ട, അതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ട ഒരു സാഹചര്യം വരുമ്പോൾ അത് ഇവിടുത്തെ കേരളത്തിലെ കോൺഗ്രസിനെ സംബന്ധിച്ച് കോൺഗ്രസിനുള്ളിൽ വലിയ രീതിയിലുള്ള, ഇപ്പൊ ദേശീയ തലത്തിൽ നടക്കുന്നതിനേക്കാൾ വലിയൊരു പ്രശ്നം, ഇല്ലെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായി മാറുന്ന സാഹചര്യത്തിലേക്കല്ലേ കാര്യങ്ങൾ കടക്കുന്നത്? തന്നെ, അതായത് വ്യക്തമായി പറഞ്ഞാൽ കൃത്യമായി കോൺഗ്രസ് എടുക്കുന്ന നിലപാട് സംഘടന എന്ന തലത്തിൽ, അല്ലെങ്കിൽ സംഘടനാ നേതൃത്വം എന്ന തലത്തിൽ അയോധ്യയിലേക്ക് ഈ ചടങ്ങിലേക്ക്, അല്ലെങ്കിൽ പ്രാൺ പ്രതിഷ്ഠ ചടങ്ങിലേക്ക് പോകേണ്ടതില്ല, അതിനപ്പുറത്തേക്ക് വ്യക്തിപരമായി പോകാനുള്ളവർക്ക് പോകാം എന്നൊരു നിലപാട് സ്വീകരിക്കുമ്പോൾ അവിടെ ഒരു രാജ്യത്തെ ഒരു പ്രധാനപ്പെട്ട ദേശീയ പാർട്ടി എന്ന നിലയിൽ അവരെടുക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇവിടെ ചോദ്യം ചെയ്യപ്പെടുന്നത്. അതായത് ഭൂരിപക്ഷ സമുദായത്തെ ഒപ്പം നിർത്താതെ എങ്ങനെ അധികാരത്തിലേക്ക് തിരികെ വരാൻ കഴിയും എന്ന ചോദ്യം തന്നെ നേതാക്കൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അവർ പാർട്ടി വേദികളിലടക്കം ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. പക്ഷേ ഈ ഒരു ഘട്ടത്തിൽ പരസ്യ പ്രതികരണങ്ങളിലേക്ക് പോയി പാർട്ടിയെ പ്രതിരോധത്തിലാക്കാതിരിക്കാൻ വേണ്ടി മാത്രമാണ് അവർ അത്തരം കാര്യങ്ങൾ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വെളിപ്പെടുത്താതിരിക്കുന്നത്. പക്ഷേ പല നേതാക്കൾക്കും വിയോജിപ്പുണ്ട്. അത് തന്നെയാണ്, അതായത് NSS എന്നും സമദൂരമാണ് എന്ന് പറയുമ്പോഴും UDF-നോട് ആഭിമുഖ്യം പുലർത്തിയിട്ടുള്ള നിലപാടെടുത്തിരുന്ന ഒരു സാമുദായിക സംഘടനയാണ്. അങ്ങനെ ഒരു സംഘടന കോൺഗ്രസ് എടുത്ത് ഈ നിലപാടിനെടുത്ത് രംഗത്ത് വരുന്നുവെന്ന് പറയുമ്പോൾ UDF-നുള്ളിൽ തന്നെ അത് വലിയ തരത്തിൽ ചോദ്യങ്ങൾക്ക് വഴിവെക്കും. സ്വാഭാവികമായി NSS-മായി അടുത്ത് നിൽക്കുന്ന നേതാക്കളൊക്കെ തന്നെ ആ ആശങ്ക പാർട്ടി യോഗങ്ങളിലടക്കം, നേതൃയോഗങ്ങളിലടക്കം പങ്കുവെക്കുകയും ചെയ്യും. പക്ഷേ ഈ ആശയക്കുഴപ്പത്തിന് ഇനി എങ്ങനെ പരിഹാരം കാണാൻ കഴിയും എന്നൊരു ചോദ്യം, കാരണം പാർട്ടി ദേശീയ തലത്തിൽ ഒരു തീരുമാനമെടുത്തു കഴിഞ്ഞിരിക്കുന്നു, അതിന്റെ കാരണമടക്കം അവർ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നു. പക്ഷേ സംസ്ഥാനത്ത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ ഒരുമിച്ച് നിർത്തുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവരെ ഒപ്പം നിർത്തുന്നതിന് വേണ്ടി ഭൂരിപക്ഷത്തെ പിണക്കുന്ന ഒരു നിലപാട് സ്വീകരിക്കേണ്ടതുണ്ടോ? ആ ചോദ്യമാണ് ഇപ്പോഴും ഉയരുന്നത്. അതിന് കൃത്യമായ ഉത്തരം പറയാൻ പാർട്ടി നേതൃത്വം നന്നെ പാടുപെടും. NSS ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നത് അത്തരത്തിലൊരു പ്രതിരോധത്തിലേക്ക് തന്നെയായിരിക്കും കോൺഗ്രസ് നേതൃത്വത്തെ കൊണ്ട് എത്തിക്കുക. എന്തായാലും കാത്തിരിക്കാം, നേതാക്കൾ അതുമായി ബന്ധപ്പെട്ട് എന്ത് പ്രതികരണങ്ങളാണ് നടത്തുന്നതെന്നറിയാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വിദഗ്ധമായി ഒഴിഞ്ഞു മാറുകയാണ് ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന്. പാർട്ടി ദേശീയ നേതൃത്വം നിലപാടെടുക്കും എന്ന് പറഞ്ഞ് ഒഴിയുന്നു എന്നതിനപ്പുറത്തേക്ക് കൃത്യമായ ഒരു നിലപാട് വ്യക്തമാക്കാൻ സംസ്ഥാന കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം.